ഇതാണ് കാർത്തിക ടീച്ചർ. എന്ത് ആഘോഷം നടന്നാലും, ഓണം വന്നാലും ഉത്സവം നടന്നാലും ടീച്ചർ തിരക്കിലാണ്. കുട്ടികളുടെ പേപ്പർ വാലുവേഷൻ ചെയ്യുകയാണ്. ഇത് കാർത്തിക ടീച്ചറുടെ ഭർത്താവ് ചന്ദ്രൻ സാർ. ഇദ്ദേഹം KSB ഉദ്യോഗസ്ഥനാണ്. ഇവരുടെ ഏക മകളാണ് ശാരിക. ശാരു എന്ന് വിളിക്കും. ശാരുവിൻ്റെ മുത്തച്ഛൻ പണിക്കരി ചേട്ടൻ വീടിൻ്റെ ഉമ്മറത്ത് മുറുക്കാനും ചവച്ച് ഇങ്ങനെ അങ്ങിരിക്കും. ആളൊരു രസികപ്രിയനാണ് കേട്ടോ. ചായയോ കാപ്പിയോ വല്ലതായോ? ഇപ്പൊ തന്നെ ചന്ദ്രേട്ടാ, ഈ അടുക്കള ജോലി ചെയ്ത് ഞാൻ മടുത്തു. ഇതൊക്കെ ആരോട് പറയാനാ? മോളെ ശാരു, നീ അവിടെ എന്ത് ചെയ്യുവാ? ഞാനിവിടെ ഓണത്തുമ്പിയെ നോക്കുവാ അമ്മേ. ഓണത്തുമ്പിയിലൊരു മണ്ണാങ്കട്ടയില്ല. ഇപ്പൊ ഈ ഓണത്തുമ്പിയൊക്കെ എവിടെ കാണാൻ? പണ്ട് ഈ മുറ്റം നിറയെ പാറി നടക്കുമായിരുന്നു. കാലം തെറ്റിയ കാലം, അല്ലാതെ എന്ത് പറയാനാ? മോളെ ശാരു, അച്ഛനെ വിളിക്ക്, ചായ റെഡിയായെന്ന് പറ. അച്ഛാ, അമ്മ വിളിക്കാണ് ചായ കുടിക്കാൻ. ദാ വരുന്നു മക്കളെ. അച്ഛൻ ഇത് കൂടെ ഒന്ന് വായിച്ചോട്ടെ. അച്ഛൻ എന്താ നാളെ പരീക്ഷയാണോ? ഇത് വായിച്ചു പഠിക്കാൻ. ഓ നിർത്തി. ദാ വരുന്നു മക്കളെ. ഇത് മോളെ, മുത്തശ്ശൻ എന്തേ ചായ കുടിക്കാൻ വരാൻ പറ. അമ്മ, മുത്തശ്ശന് ഇപ്പൊ ചായ കുടിക്കാൻ തോന്നുന്നില്ല. അതെന്താ മോളെ? വായി നിറയെ മുറുക്കാനല്ലേ? ഈ അച്ഛന്റെ ഒരു കാര്യം രാവിലെ ഉടങ്ങിക്കോളും, ആട് ചവക്കും പോലെ. അതെ അമ്മേ. അച്ഛന് ചായ? ഞാൻ പിന്നെ കുടിച്ചോളാം. മക്കൾ കുടിക്കോ? ശരി. അപ്പൊ ഇന്നും ചായ മാത്രമേ ഉള്ളോ? എന്റെ ചന്ദ്രേട്ടാ, ഇത്രയും പേപ്പർ നോക്കാതിരിക്കുന്നു. ഇത് ഞാൻ നോക്കി തീർത്തില്ലെങ്കിൽ സ്കൂളിൽ HMന്റെ ചീത്ത ഞാൻ കേൾക്കണം. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് മേലെ ഇതൊന്നും ചെയ്യാൻ. അപ്പൊ ഇന്ന് ഉച്ചക്കത്തെ കാര്യം? ഇന്ന് തിരുവോണാണെന്ന് നിനക്ക് അറിയാലോ. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? എന്താ നിന്റെ പ്ലാൻ? ഇന്ന് തിരുവോണമാണ്. ശരി, അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. നീ എന്താണ് ഈ പറയുന്ന കാലത്ത്? ഞാനും കൂടെ സഹായിക്കാം. നമുക്ക് ഉച്ചയ്ക്ക് നല്ലൊരു ഓണസദ്യ. ചന്ദ്രേട്ടന് അങ്ങനെയൊക്കെ പറയാം. ഇതേ ഇത്തിരി കഷ്ടപ്പെട്ട പണിയാണ് ഈ പേപ്പർ വാലുവേഷൻ. ഈ അവധിക്കാലത്ത് എനിക്കിത് ചെയ്ത് തീർക്കണം. തീരുമോ എന്തോ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാർത്തി? എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. കളികാല വൈഭവം, അല്ലാതെ എന്ത് പറയാനാ? നിങ്ങൾ രണ്ടും ഇങ്ങനെ വഴക്കിടേണ്ട കാര്യമൊന്നുമില്ല. അതിനല്ല നല്ല ബെസ്റ്റ് സൊല്യൂഷൻ ഉള്ളത്. എന്തോന്ന്? അമ്മ ടീച്ചർ, അച്ഛൻ KSB ലൈൻമാൻ, രണ്ടും നല്ല സർക്കാർ ജീവനക്കാർ. പറഞ്ഞിട്ട് എന്താ കാര്യം? രണ്ടിനും ബുദ്ധിയില്ല, കഴുതകൾ. എന്റെ ഗോമതി ഉണ്ടായിരുന്നപ്പോ ഇതായിരുന്നു ഓണം. അവിടെ കിടുകിടാന്ന് കഞ്ഞിയും കറിയും വെക്കുമ്പോ ഞാനിവിടെ ശഹശഹാന്ന് ഉപ്പേരിയും പപ്പടവും വറക്കും. ആ കാലമൊക്കെ പോയില്ലേ? നീ കാര്യം പറ ശാരു. അമ്മേ, ഇപ്പൊ എന്തിനും ഏതിനും ഓൺലൈനാണല്ലോ ആശ്രയം. അച്ഛാ, നമുക്കൊരു അടിപൊളി ഓണസദ്യ ബുക്ക് ചെയ്താലോ? അത് നേരാണല്ലോ. കൊച്ചു കള്ളി, നീ ഇതെന്താ നേരത്തെ പറയാതിരുന്നത്? ചന്ദ്രേട്ടാ, ഒട്ടും താമസിക്കണ്ട, വേഗം ബുക്ക് ചെയ്തോ. അത് വേണോ കാർത്തി? തിരുവോണമായിട്ട് വായ്ക്കു രുചിയുള്ള എന്തെങ്കിലും ഒന്ന് പോയേട്ടാ. ഇപ്പൊ എല്ലാവരും അങ്ങനെയാ. എന്റെ കൂട്ടുകാരി ശ്യാമയുടെ ബർത്ത്ഡേക്ക് ഭക്ഷണം ഓൺലൈനായിരുന്നു. വയറ് നിറഞ്ഞ്. അന്ന് ഞാനത് കണ്ട് വന്നപാടേ ബാത്റൂമിലേക്ക് ഓടുന്നത്. അച്ഛനും അമ്മയടുത്തും ഞാനൊരു കാര്യം പറയാം. ഈ ഐഡിയ പറഞ്ഞത് ഞാനാണെങ്കിലും
ഓണത്തിനിടക്ക് കൂട്ടുകച്ചവടമായി പോയെന്നാൽ എന്നെ കുറ്റം പറയരുത്. മനസ്സിലായില്ല. അല്ല, ഇതിലെന്തായാലും ഉരുൾപൊട്ടലോ വെള്ളപ്പൊക്കമോ ഉണ്ടായാൽ ഞാൻ കാരണമാണെന്ന് പറയരുത്. അതില്ലട മുത്തേ. ആ മീനാക്ഷിയുടെ വീട്ടിൽ വിരുന്ന് പോകുന്നതാ ഇതിന് ഭേദം. സമയം കളയാതെ ബുക്ക് ചെയ്യാതിരുന്നേട്ടാ. മുത്തച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ? അല്ലടി മോളെ, നിന്റെ ഐഡിയ ഉഗ്രന്ന് പറയുകയായിരുന്നു. ഹലോ, കാറ്ററിംഗ് സർവീസ് അല്ലേ? ഒരു 4 പേർക്കുള്ള ഓണസദ്യ. എന്തെങ്കിലും സ്പെഷ്യൽ വേണോ? 2 കൂട്ടം പായസം വേണം. വറവുരി ഐറ്റംസ് എല്ലാം ഉണ്ടാവുമല്ലോ അല്ലേ? ആ, അതൊക്കെ ഉണ്ടാവും. അച്ഛാ, എനിക്കൊരു ഐസ്ക്രീം. എനിക്ക് ഒരെണ്ണം. ആ, അപ്പൊ 4 എണ്ണം. ആ, 4 ഐസ്ക്രീം. പിന്നൊരു കാര്യം, ഇല നിങ്ങൾ കൊണ്ടുവരണ്ട. എനിക്കിവിടെ വാഴ കൃഷിയുണ്ട്. ഇഷ്ടം പോലെ ഇല എനിക്കിവിടെ കിട്ടും. പിന്നെ എത്ര മണിക്ക് എത്തുമെന്ന് ചോദിക്കും. ആ, എത്ര മണിക്ക് കിട്ടും ഓണസദ്യ? ആ, ശരി, ഓക്കെ. വന്നാ പറയാം വന്നു. അയ്യോ, സമയം ഒന്നാകണം. ഇപ്പൊ ഓണസദ്യയിൽ എത്തും. ഒരു ശാരു, നീ ഇത് എവിടെ പോയിരിക്കുവാ? മുത്തശ്ശനെ വിളിച്ചോണ്ട് വാ. എനിക്ക് നല്ല വിശപ്പില്ല മക്കളെ. ഈ ചന്ദ്രേട്ടനെ എവിടെ പോയി? ചേട്ടാ, ഇവിടെ സദ്യ വന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഇത്ര ധൃതി വെക്കുന്നത്? അവരിപ്പോ ഇങ്ങനെ എത്തും. അമ്മേ, ഓണസദ്യ എത്തിയാ? ആ, ഇപ്പൊ എത്തും മോളെ. ചന്ദ്രേട്ടാ, അവരൊന്ന് വിളിച്ചേ. മണി 1 കഴിഞ്ഞ്. ഹലോ, കാറ്ററിംഗ് സർവീസ് അല്ലേ? അവര് വന്നോണ്ടിരിക്കുകയാണ്. വന്നോണ്ടിരിക്കുകയാണ്. വീണ്ടും വന്നോണ്ടിരിക്കുകയാണ്. ഇതിപ്പോ എത്ര പ്രാവശ്യമായി? അമ്മ, ഓണസദ്യ വന്ന്. അമ്മേ, അത് ഓണസദ്യ അല്ലായിരുന്നു, പാൽക്കാരനായിരുന്നു. എനിക്ക് വിശക്കണം മുത്തശ്ശ. എടി കാട്ടി, നല്ലൊരു ദിവസമായിട്ട് ഈ കുഞ്ഞിനെ എന്തിനാടി വിഷമിപ്പിക്കുന്നത്? വല്ല കൊടുത്തേടി. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? എല്ലാത്തിനും കാരണം നിന്റെ ഒറ്റ പിടിവാശിയാണ്. തലേ ദിവസത്ത് വല്ലതും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിലേ ആ കുഞ്ഞിനെങ്കിലും ഇത്തിരി എടുത്തു കൊടുക്കും. ചന്ദ്രൻ സാറിൻ്റെ വീടല്ലേ? അതെ, ഓണസദ്യ കൊണ്ടുവന്നതായിരിക്കും ഇല്ലേ? ഇപ്പം സമയം എന്തായി? സമയം 4 ഓണസദ്യ വൈകിട്ടായ കുഴപ്പമുണ്ടോ? നിന്നെ